നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിനെ കുറിച്ചായാലും കഴിഞ്ഞ ദിവസം വീഡിയോസിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ദിവസത്തിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നു. ഈ റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതിനുശേഷമായാലും നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ് സപ്പോർട്ട് നൽകിയിരുന്നത്, അതായത് 24,240. നിഫ്റ്റി വളരെ എക്സാക്റ്റ് ആയിട്ട് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഇടയിലായിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ഈ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിയും ഈ സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചു കാണും. അപ്പോൾ നിഫ്റ്റിനായാലും വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു ലോങ് ടേം ട്രെൻഡ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ലോങ് ടേം ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ട്രെൻഡിനനുസരിച്ച് നമ്മളത് മാറും. ഓരോ മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗിനനുസരിച്ച് നിഫ്റ്റിയുടെ ഓരോ ട്രെൻഡ് റിവേഴ്സൽ ഏരിയകൾ നമ്മൾ മാറ്റും. അപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയാലും നിഫ്റ്റിക്ക് കാണുന്നത് 24,200 24200 താഴെ ക്ലോസിംഗ് ബേസിസിൽ ഒരു ക്യാൻഡിൽ നിലനിർത്തി കഴിഞ്ഞാൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് വയ്ക്കുന്ന നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു ലെവലിലാണ് കാണുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിക്കായാലും ഇനി ബൈക്ക് ഒരു സാധ്യത വേണമെങ്കിൽ നിഫ്റ്റി 24,375 കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ നിന്നാണ് നിഫ്റ്റിയുടെ ആ ഒരു പ്രഷർ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ലെവലിൽ നിലനിർത്തണം. ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് 24,200 താഴത്തേക്ക് ക്ലോസിംഗ് ലെവലിൽ നിലനിർത്തിയ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഡെയിലി സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ്. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 24,240. 24,240 മുകളിലേക്ക് ഹോൾഡിംഗ് ലെവൽ നിലനിൽക്കുമ്പോൾ ഇൻട്രാഡേയിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് 24,240 നിഫ്റ്റിയുടെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഈ ലെവലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു ലെവൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് പോകുന്തോറും റെസിസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 24,375 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. 24,375, അതുപോലെ തന്നെ 24,400. ഹയർ ലെവൽ ഇത് രണ്ടാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ എനിക്ക് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 24,460 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് അത് സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 24,400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിന്റെ താഴെയാണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ വരെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചത്. നിഫ്റ്റി ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് കിട്ടില്ല. ഒന്നെങ്കിൽ സപ്പോർട്ടിൽ വന്നതിന് ശേഷം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വന്നതിന് ശേഷം ട്രേഡ് ചെയ്യുക. അപ്പൊ എപ്പോഴും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 24,240 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള മാർക്കറ്റ് ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ തൊട്ടടുത്ത ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. 24,200 സപ്പോർട്ട് അല്ല, 24,200 തൊട്ട് താഴെയാണ് എടുത്തിരിക്കുന്നത്. 24,190 സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,190 താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. 24,120 ആണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. 24,120 ശേഷം നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 24,075, 24,075. അപ്പൊ ഇത് രണ്ട് ലോവർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത വീക്ക്നെസ് ആണ്, ഇൻട്രാഡേ വീക്ക്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് റേഞ്ചിലല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു എൻട്രിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് ആയാലും റൈറ്റ് ബൈ സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയിലെ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾ കാണാം. താങ്ക് യു.